ഹായ് ഫ്രണ്ട്സ്, ജിയോജിബ്രയുടെ മറ്റൊരു ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് DLED എക്സാമിന് വരാൻ സാധ്യതയുള്ള ജിയോജിബ്രയിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് താഴെ കൊടുത്തിരിക്കുന്ന മാതൃക പോലെ ഒരു വൃത്തം വരച്ച് 4 തുല്യ ഭാഗങ്ങളാക്കുക. ഓരോ ഭാഗത്തിനും വ്യത്യസ്ത നിറങ്ങൾ നൽകി ആകർഷകമാക്കുക. തയ്യാറാക്കിയ ഫയൽ ഹോമിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാനായി നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര എന്ന രീതിയിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ജിയോജിബ്ര ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഈ വിൻഡോ ഒന്ന് മാക്സിമൈസ് ചെയ്യുന്നു. ഇത് നമ്മൾ മുന്നേ ചെയ്ത ചോദ്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിൻഡോ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ആൾജിബ്ര ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ ടൂളുകളിലൂടെ താഴോട്ട് വന്നിട്ട് ഈ ആക്സിസും അതേപോലെ ഗ്രിഡും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം പോയിന്റ് ടൂൾ എടുത്ത് ഇതിൻ്റെ നെയിം വിസിബിൾ ആവാൻ വേണ്ടി നമ്മൾ സെറ്റ് ലാബലിൽ നെയിം എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ചോദ്യം ശ്രദ്ധിക്കാം. ഇതിലെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 4 ഭാഗങ്ങളാക്കിയിട്ടുള്ളൊരു വൃത്തം വരക്കാനാണ്. അപ്പോൾ അതിനാദ്യം നമുക്കൊരു വൃത്തം വരക്കണം. വൃത്തം വരക്കാനായി 6ാമത്തെ ഗ്രൂപ്പിലെ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻ്റ് എടുക്കാം. സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻ്റ് എടുത്തതിന് ശേഷം ഏകദേശം ഒരു മധ്യഭാഗത്ത് വെച്ച് അതിൻ്റെ കേന്ദ്രം അടയാളപ്പെടുത്തുക. അതുപോലെ നമ്മൾ മൗസ് ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ AB എന്ന് പറയുന്ന 2 ബിന്ദുക്കൾ വന്നിട്ടുണ്ട്. A കേന്ദ്രമായി Bയിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുല്യ ഭാഗങ്ങളാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് 90 ഡിഗ്രിയുള്ള 4 ഭാഗങ്ങളാണ് ഇവിടെ ആക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ആംഗിൾ വിത്ത് ഗിവൺ സൈസ്, ഈ ഗ്രൂപ്പിലെ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എന്ന് പറയുന്ന ടൂൾ എടുക്കാം. ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എടുത്തതിന് ശേഷം നമ്മൾ B അതുപോലെ A ഈ 2 ബിന്ദുക്കളിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആംഗിൾ വന്നിട്ടുണ്ട്. ആംഗിൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് 45 ഡിഗ്രിയാണ്. നമ്മൾ അത് 45 ഡിഗ്രിയിൽ നിന്ന് മാറ്റി 90 ഡിഗ്രി ആക്കുന്നു. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അതിനുശേഷം കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് B' എന്ന് പറയുന്ന മറ്റൊരു പോയിൻ്റ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ആവർത്തിക്കാം. B' ക്ലിക്ക് ചെയ്യുന്നു, Aയിൽ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ഓക്കെ കൊടുക്കുന്നു. B" നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ B" അതുപോലെ A ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓക്കെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 4 പോയിൻറ്റ്സ് നമ്മൾ വൃത്തത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തുല്യ ഭാഗങ്ങളാക്കണം. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഭാഗങ്ങളും ഒന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂവ് ടൂൾ എടുക്കുന്നു. മൂവ് ടൂൾ എടുത്ത് ആദ്യം നമുക്ക് ഈ വൃത്തം ഒന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഒബ്ജക്റ്റ് കൊടുക്കുന്നു. അതുപോലെ ഈ കോൺ അളവുകളും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഇവിടെ കോൺ അളവ് ഹൈഡ് ചെയ്യാണ്. ഇനി നമ്മളിത് മൂവ് ചെയ്യുക. A എന്ന് പറയുന്ന ആ പേര് നമ്മൾ മൂവ് ചെയ്ത് ഇവിടെയും ഈ ആംഗിൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി വൃത്തം കറക്റ്റായി ലഭിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്ന ടൂള് സർക്കുലർ സെക്ടർ എന്ന് പറയുന്ന ടൂളാണ്. അപ്പോൾ ആ ഒരു ടൂള് നമ്മൾ ഓപ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ A B B' എന്ന ക്രമത്തിലും അതുപോലെ A B' B" എന്ന ക്രമത്തിലും A B" B" എന്ന ഒരു ക്രമത്തിലും ഇനി അടുത്തത് A B ഈ ഒരു ക്രമത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 4 തുല്യ ഭാഗങ്ങളുള്ള ഒരു വൃത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യം പരിശോധിച്ചാൽ അറിയാം, ഇവിടെ 4 കളറുകൾ നമുക്കിതിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഭാഗത്തിനും കളർ കൊടുക്കണം. അപ്പോൾ നമ്മൾ സെക്ടർ വെച്ച് ചെയ്തത് കൊണ്ട് എല്ലാ ഭാഗത്തിനും സെപ്പറേറ്റ് കളർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം മൂവ് ടൂൾ എടുക്കുക. മൂവ് ടൂൾ എടുത്ത് ആദ്യം ഈ ഭാഗത്തൊന്ന് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. ഇതിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു കളറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ഇനി ഇത് ഫുള്ളായിട്ട് ആ കളർ വരണമെങ്കിൽ നമ്മളിവിടെ ഒപ്പാസിറ്റി ഒരു 100% ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒപ്പാസിറ്റി 100% ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അതിന് നമ്മൾ ഏകദേശം ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. അവിടെയും നമ്മൾ ഈ ഒപ്പാസിറ്റി നമ്മൾ ഈ ക്രമത്തിലാക്കുന്നു. അടുത്ത ഭാഗത്തിന് വേണ്ടത് റെഡ് ആണ്. അതിൻ്റെ തൊട്ടടുത്തത് യെല്ലോ ആണ്. അപ്പോൾ
അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. നമുക്ക് റെഡ് കളർ ചൂസ് ചെയ്യാം. റെഡ് കളർ ചൂസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കളർ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഇതിൻ്റെ കളർ നമുക്ക് യെല്ലോ ആണ് വേണ്ടത്. അപ്പോൾ അവിടെയും ഒപ്പാസിറ്റി നമ്മൾ കൂട്ടി കൊടുക്കും. അപ്പോൾ ഈ ഒരു ക്രമത്തിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ DLED പ്രോഡക്ട്സിലേക്ക് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഫയൽ മെനുവിലെ സേവോ അല്ലെങ്കിൽ സേവാസോ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുന്നു. DLED പ്രോഡക്ട്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം _ഷിഫ്റ്റും നമ്മൾ ആൽഫബറ്റ്സിൻ്റെ മുകളിലുള്ള മൈനസും കൂടി ഒരുമിച്ച് അമർത്തി _ ഇടുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ 4 ആണ് എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ 4 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Q4 എന്ന നമ്പർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി സേവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്മളെ ഫോൾഡറിൽ ഒന്ന് നോക്കാം. DLED പ്രോഡക്ട്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ സേവ് ചെയ്ത ഫയൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജിയോജിബ്രയിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചതുർഭുജം വരച്ച് അതിൻ്റെ വശങ്ങൾ ക്രമമായി നീട്ടി വരയ്ക്കുക. ഓരോ മൂലകളിലെയും പുറം കോണുകൾക്ക് നിറങ്ങൾ നൽകി കോണുകളുടെ അളവ് അടയാളപ്പെടുത്തുക. തയ്യാറാക്കിയ ഫയൽ ഹോം ഫോൾഡറിലെ DLED പ്രോഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാനായി നമുക്ക് ക്വസ്റ്റ്യൻ മിനിമൈസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര എന്ന രീതിയിൽ ജിയോജിബ്ര ഓപ്പൺ ചെയ്യാം. അതിനുശേഷം വിൻഡോ മാക്സിമൈസ് ചെയ്യുക. ആൾജിബ്ര ക്ലോസ് ചെയ്യുന്നു. അതുപോലെ ആക്സിസ്, ഗ്രിഡ് ഇവ ഹൈഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ആദ്യം ഒരു ചതുർഭുജം വരക്കണം. അതിനുവേണ്ടി ABCD എന്ന പോയിൻറ്റ്സ് നമുക്ക് അവിടെ കാണേണ്ടതുണ്ട്. അപ്പോൾ പോയിൻ്റ് ടൂൾ എടുത്തതിന് ശേഷം നമ്മളുടെ ലേബൽ നെയിം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ചതുർഭുജത്തിൻ്റെ ടൂളായ പോളിഗൺ എടുത്തതിന് ശേഷം നമ്മൾ A, B, C, D വീണ്ടും നമ്മൾ Aയിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യും. ഇനി നമുക്കതൊന്ന് സൂം ഔട്ട് ചെയ്യാം. ഒന്ന് ചെറുതാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചതുർഭുജം ലഭിച്ചിട്ടുണ്ട്. ഇനി ചതുർഭുജത്തിലേക്ക് വരുന്ന ഓരോ ഭാഗവും നമ്മൾ ഇതേപോലെ നീട്ടി വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കൃത്യമായി നീട്ടി വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഈ ചതുർഭുജത്തിൻ്റെ ഓരോ വശങ്ങളും ഒന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചതുർഭുജത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചതുർഭുജം എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ലൈൻ ടൂൾ എടുക്കണം. ലൈൻ ടൂൾ എടുത്തിട്ട് ഇതിലെ ഓരോ ബിന്ദുവിലൂടെയും കടന്നു പോകുന്ന ലൈൻസ് നമുക്ക് വരക്കണം. അപ്പോൾ ആദ്യം നമുക്ക് DC മാർക്ക് ചെയ്യാം. അതുപോലെ DA, ഇതുപോലെ മറ്റ് ലൈനുകളും നമുക്ക് വരക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 ലൈനുകളും നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിത്രത്തിലേതുപോലെ ഓരോ വശങ്ങളും നീട്ടി വരക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോയിൻറ്റിൻ്റെ നെയിം ആവശ്യമില്ല. അതുകൊണ്ട് പോയിൻ്റ് ടൂൾ മാർക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഹിഡൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് BCയിലൂടെ കടന്നു പോകുന്ന ആ ഒരു സെഗ്മെൻറ്റ് വരക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെഗ്മെൻറ്റ് ടൂൾ എടുക്കുന്നു. Bയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ലൈനിലൂടെ കറക്റ്റ് വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈന് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലൈനിലൂടെ കറക്റ്റ് വെച്ച് ലൈനിൽ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ പ്ലസ് ഐക്കൺ മാറിയിട്ട് ഹാൻഡ് ടൂൾ ആവും. അപ്പോൾ കറക്റ്റ് ആ ലൈനിൽ തന്നെ ആ പോയിൻ്റ് മാർക്ക് ചെയ്യും. അതുപോലെ ഇവിടെ CDയിലൂടെ കടന്നുപോയി നമ്മൾ ഈ പോയിന്റിൽ ഈ ലൈനിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ Dയിൽ നിന്നും Aയിലൂടെ കടന്നുപോയി നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി Aയിൽ നിന്നും Bയിലൂടെ കടന്നുപോയി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ വരച്ചിട്ടുണ്ട്. ഇനി ഓരോ ലൈനുകളും നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂവ് ടൂൾ എടുക്കുക, ഈ ലൈനിൽ വെക്കുക. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആ സെഗ്മെൻറ്റ് വരച്ചതിൽ ഒരിക്കലും നമ്മളെ ക്ലിക്ക് വരാൻ പാടില്ല. അപ്പോൾ ആ ലൈനിൽ വെച്ച് മാത്രമേ നമ്മൾ ക്ലിക്ക് ചെയ്യാവൂ. അങ്ങനെ നമ്മൾ ഓരോ ലൈനുകളും ഇവിടെ ഷോ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഏകദേശം ആ ഒരു ഷേപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോണളവുകൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്.
അപ്പോൾ കോണളവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിലെ ആംഗിൾ ടൂൾ എടുക്കാം. ആംഗിൾ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ പുറം കോണുകളുടെ അളവാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ബി, പിന്നെ നമ്മൾ സിയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഈ പോയിന്റിലും സിയിലും അതുപോലെ ഡി പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഈ പോയിന്റിലും ഡി പോയിന്റിലും എ പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ കിടക്കുന്ന ഈ പോയിന്റിലും അതേപോലെ എ പോയിന്റ് അതുപോലെ ബി പോയിന്റ്. അപ്പോൾ നമുക്ക് പുറം വശത്തുള്ള എല്ലാ കോണുകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിന് കളർ ചെയ്യുക എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കളർ ചെയ്യാൻ നമ്മൾ ആദ്യം മൂവ് ടൂൾ എടുക്കുക. നമ്മളെപ്പോൾ ചെയ്യുമ്പോൾ മൂവ് ടൂൾ എടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി മൂവ് ടൂൾ എടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓരോ ഒബ്ജക്റ്റിൽ വെച്ചിട്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ കളറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കളർ കാണും. അപ്പോൾ അത് നമുക്ക് റെഡ്, യെല്ലോ, സ്കൈ ബ്ലൂ, പിന്നെ നമുക്കൊരു വയലറ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം റെഡ് കളർ കൊടുക്കാം. ഇവിടെ റെഡ് കളർ കൊടുത്തതിന് ശേഷം ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കുന്നു. അതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് യെല്ലോ ആണ്. അപ്പോൾ അവിടെ യെല്ലോ കളർ ചൂസ് ചെയ്യുന്നു, ഒപ്പാസിറ്റി കൂട്ടുന്നു. അതുപോലെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അതിനുശേഷം സ്കൈ ബ്ലൂ കളർ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്, ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കുന്നു. അതുപോലെ ഈ കോണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വയലറ്റ് കളറാണ് നമുക്ക് ആവശ്യം, ആ കളറിൻ്റെ ഒപ്പാസിറ്റിയും നമ്മൾ കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കത് സേവ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളിലൊക്കെ ചെയ്തതുപോലെ DLD പ്രൊഡക്ട്സിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഫയൽ മെനുവിലെ സേവോ അല്ലെങ്കിൽ സേവേഴ്സോ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. DLD പ്രൊഡക്ട്സ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ ഇട്ടു, ഷിഫ്റ്റ് മൈനസ് അമർത്തി _ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചോദ്യം ഒരു 5 ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് Q5 എന്ന് നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സേവ് ചെയ്ത ഫയൽ ഹോമിലെ DLD പ്രൊഡക്ട്സിലുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹോം ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് DLD പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫയൽ അവിടെ സുരക്ഷിതമായി സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ജിയോജിബ്രയിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് ഒരേ കേന്ദ്രമുള്ള 2 വൃത്തങ്ങൾ വരയ്ക്കുക. 2 വൃത്തങ്ങൾക്കും വ്യത്യസ്ത നിറങ്ങൾ നൽകുക. അവയുടെ ആരങ്ങൾ വരച്ച് നീളം രേഖപ്പെടുത്തുക. തയ്യാറാക്കിയ ഫയൽ ഹോം ഫോൾഡറിൽ DLD പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇതിനായി ആദ്യം നമുക്ക് ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര എന്ന രീതിയിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു വന്നതിന് ശേഷം വിൻഡോ മാക്സിമൈസ് ചെയ്യുന്നു, ആൾജിബ്ര ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നേ ചർച്ച ചെയ്തതുകൊണ്ടാണ് ഇവിടെ അത് വിശദമായി നോക്കാത്തത്. അപ്പോൾ നമ്മൾ ആക്സസ്, ഗ്രിഡ് ഇതൊക്കെ ഹൈഡ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേയുള്ള ചോദ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചോദ്യത്തിലെ പ്രവർത്തനം ചെയ്യേണ്ടത് നോക്കാം. അതിന് നമുക്ക് ഒരു കേന്ദ്രമുള്ള 2 വൃത്തങ്ങൾ വരക്കണം. ആ 2 വൃത്തങ്ങൾക്കും വ്യത്യസ്ത നിറങ്ങൾ നൽകണം. അവിടെ ആരങ്ങൾ വരച്ച് അതിൻ്റെ നീളം രേഖപ്പെടുത്തണം. അതിനുശേഷം സേവ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ പോയിന്റ് ടൂൾ എടുത്തതിന് ശേഷം അതിൻ്റെ നെയിം വിസിബിൾ ആക്കാൻ വേണ്ടി സെറ്റ് ലേബലിൽ നമ്മൾ നെയിം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വൃത്തത്തിൻ്റെ ടൂളുകളുള്ള ഗ്രൂപ്പിലേക്ക് പോകുന്നു. അവിടെ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് എന്ന് പറയുന്ന ആ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ വൃത്തത്തിൻ്റെ കേന്ദ്രഭാഗം A എന്ന് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം മൗസ് പോയിൻ്റർ ഒന്ന് നീക്കുന്നു. ആദ്യം നമ്മൾ വലിയ വൃത്തം ആണ് വരക്കുന്നത്. AB എന്ന് പറയുന്ന വൃത്തം വരച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ AC എന്ന് പറയുന്ന വൃത്തം അതിനുള്ളിലായി വരക്കുന്നു. അപ്പോൾ ഒരേ കേന്ദ്രമുള്ള 2 വൃത്തങ്ങളാണ് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി ഇതിന് കളർ കൊടുക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് മൂവ് ടൂൾ എടുക്കാം. ആദ്യം നമ്മൾ ഉള്ളിൽ വരച്ചിരിക്കുന്ന ഈ ചെറിയ വൃത്തം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചെറിയ വൃത്തത്തിൽ വെക്കുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഹാൻഡ് ടൂൾ ആയിരിക്കണം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അവിടെ നമ്മൾ കളർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒപ്പാസിറ്റി നമ്മൾ കൂട്ടി കൊടുക്കുന്നു. ഇനി നമ്മൾ അടുത്ത വൃത്തം ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ നമുക്കിഷ്ടപ്പെട്ട മറ്റൊരു കളറ് നമ്മൾ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ 2 കളറുകളുള്ള ഒരേ കേന്ദ്രമുള്ള 2 വൃത്തങ്ങൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആരം അളന്ന് എഴുതേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ സെഗ്മെൻറ്റ് ടൂൾ എടുക്കുന്നു. സെഗ്മെൻറ്റ് ടൂൾ എടുത്തതിന് ശേഷം എ സി തമ്മിൽ നമ്മളൊന്ന് ബന്ധിപ്പിക്കുന്നു. അതുപോലെ എയും ബിയും തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ അളവ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഈ ഗ്രൂപ്പിലെ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന് പറയുന്ന ടൂൾ എടുക്കുന്നു. ഈ ഗ്രൂപ്പിലെ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എടുത്തതിന് ശേഷം സി എ എന്ന ആ ഒരു രേഖയിൽ വെച്ച് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൻ്റെ അളവ് ലഭ്യമായിട്ടുണ്ട്. ഇനി എ ബി എന്ന് പറയുന്ന ലൈനിൽ വെച്ച് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെയും അളവ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പ്രോപ്പർട്ടീസിൻ്റെ ജാലകം ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെയാണ്. നമ്മൾ ഫയൽ മെനുവിലേക്ക് പോയി അവിടെ സേവ് ഓപ്ഷൻ എടുക്കുന്നു. അതിനുശേഷം ഹോം ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുന്നു. DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. നമ്മൾ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തതിന് ശേഷം അണ്ടർസ്കോർ ഇടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇതൊരു 6ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ Q6 എന്ന നമ്പർ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം സേവ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.